ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ ശതമാന കണക്കുകൾ പരിശോധിക്കാം. കേരളത്തിൽ 24.3% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നു. മണിക്കൂറുകൾ പിന്നിടുകയാണ്. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണി വരെയാണ്. ഇതുവരെയുള്ള സമയത്തിൽ 24.3% വോട്ടാണ് കേരളത്തിലാകെ രേഖപ്പെടുത്തിയത്. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ 24% വോട്ടർമാരാണ് ഇതുവരെയും വോട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 25% ഇതുവരെയും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കണക്കുകൾ നമുക്ക് ലഭിക്കുന്നു. അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ 25% വോട്ട് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നു. കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോഴും 25% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയതായി ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഏറ്റവും പുതിയ കണക്കുകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മാവേലിക്കരയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 24% വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയതായി വിവരം ലഭിക്കുന്നു. മാവേലിക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് എത്തുമ്പോൾ 27.5% ഉയർന്ന ഒരു പോളിംഗ് ശതമാനമായി കാണാൻ കഴിയുന്നു താരതമ്യേന. കോട്ടയത്ത് നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ പോകുമ്പോഴും 27% ഒരു മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് താരതമ്യേന നോക്കുമ്പോൾ. ഇടുക്കിയിൽ നിന്ന് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴ എത്തുമ്പോൾ പോളിംഗ് ശതമാനം 27%. തീർച്ചയായും താരതമ്യേന മികച്ച പോളിംഗ് ശതമാനമായി കണക്കിലെടുക്കാൻ കഴിയും. എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ 26% എറണാകുളത്തിന്റെ വോട്ടിംഗ് ശതമാനമായി നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുവരെയുള്ള കണക്കുകളാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ചാലക്കുടിയിലേക്ക് കൂടി പോകുന്നു. ചാലക്കുടിയിൽ 27.5% വോട്ട് രേഖപ്പെടുത്തുന്നു. മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ഈ സമയത്തിനുള്ളിൽ ചാലക്കുടി മാറിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചാലക്കുടിയിൽ നിന്ന് നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ 27% ഇതുവരെയുള്ള വോട്ടിംഗ് പെർസെന്റേജ് അല്ലെങ്കിൽ ഇതുവരെ വോട്ടർമാർ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതിന്റെ ശതമാനം സൂചിപ്പിക്കുന്നത്. പാലക്കാടേക്ക് പോകുന്നു. പാലക്കാട് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 28.5% വോട്ടിംഗ് ശതമാനം, അതായത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ എന്നാണ് ഈ ഒടുവിലത്തെ കണക്കുകൾ ലഭിക്കുന്നത്. ആലത്തൂരിലേക്ക് പോകുന്നു. പാലക്കാട്ടിൽ നിന്നും ആലത്തൂരിലും 28% മികച്ച പോളിംഗിലേക്കാണ്. താരതമ്യേന നമ്മൾ പരിശോധിക്കുമ്പോൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളായി പാലക്കാടും ആലത്തൂരും ഒക്കെ മാറുന്നു. ആലത്തൂരിൽ നിന്ന് പൊന്നാനിയിലേക്ക് നമ്മൾ പോവുകയാണ്. പൊന്നാനിയിലൊക്കെ തീപാറുന്ന മത്സരമാണ് ഒരു പക്ഷെ നടക്കുന്നത്. പക്ഷെ 21.5% മാത്രമാണ് ഇതുവരെയും അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നാനിയിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് മലപ്പുറത്ത് 23% താരതമ്യേന ഉയർന്ന ഒരു പോളിംഗ് ശതമാനമല്ല. ഏതായാലും മലപ്പുറത്തൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം കൂടുമോ എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വയനാട്ടിലേക്ക് പോകുമ്പോൾ കടുത്ത മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. 25.5% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതൊരു റെക്കോർഡ് നിലയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട്ടിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് എത്തുമ്പോൾ 25% അവിടെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതായുള്ള പുതിയ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 25% ഇതുവരെ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടകരയിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം കൂടിയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. വടകരയിൽ 26% വോട്ടിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടകരയിലൊക്കെ LDF വലിയ വിജയം നേടുമെന്ന് അല്പം സമയം മുൻപ് കോടിയേരി പ്രതികരിച്ചിരുന്നു. കണ്ണൂരിൽ 27% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 1.5 മാസ കാലയളവിൽ നടക്കുന്ന പ്രചരണത്തിന്റെ കൂടി ഒരു സമാപ്തിയാണ് ഈ വോട്ടർമാരുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള എത്തൽ എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പൊതുവിൽ നമുക്ക് ഇതുവരെ ലഭിച്ച കണക്കുകളുടെ ഒരു പുതിയ സൂചനയാണ് ലഭിച്ചത്. പ്രമുഖരെല്ലാം രാവിലെ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന അവരവരുടെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ നമുക്ക് തത്സമയം സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി പനമ്പള്ളി നഗർ ബൂത്തിൽ നടൻ മമ്മൂട്ടി വോട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ
ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അതവർ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പോളിംഗ് പുരോഗമിക്കുകയാണ്. കേരളത്തിൽ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു കേരളവും. കേരളത്തിൽ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകളും വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം മുടവൻ മുകളിലാണ് സിനിമാ താരം മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വരാൻ സാധിച്ചു. ഞാൻ പഠിച്ച സ്കൂളാണ്. ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ. ഇനി പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PV അൻവറിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. സർവേ റിപ്പോർട്ടുകളെന്നും പണം കൊടുത്തിട്ട് UDF ചെയ്യുന്നത്, അതിന് വിധേയമായിട്ടല്ലേ പലരും സർവേ. ഏറ്റവും ചുരുങ്ങി 2016 സർവേ എന്തായിരുന്നു? നിങ്ങളടക്കം കൊടുത്ത 90 സീറ്റിൽ UDF തിരിച്ചു വരുന്നില്ല. 2011 തെരഞ്ഞെടുപ്പ്, 2004 3 സീറ്റാണ് പാർലമെന്റിൽ LDF കിട്ടുന്നത്, 18 സീറ്റ് കയറി. സർവേ ഒക്കെ ജനങ്ങൾ ആ നിലയ്ക്ക് കേരളത്തിൽ വരുന്നത്, ആ സർവേയിലൊന്നും ഒരു അടിസ്ഥാനമില്ല. ഞാൻ സർവേ നടത്തേണ്ട ഒരു സ്ഥാനത്താണ്. അത് ജനങ്ങളുടെ ഹൃദയത്തിലൂടെയുള്ള സർവേയാണ്. ആ സർവേയുടെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് പറയാൻ കഴിയും. ഒരു തർക്കമില്ല. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ PV അൻവർ എന്ന LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ വിജയിക്കും. മറ്റൊരു നിർണായക വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണ് ഓർത്തഡോക്സ് സഭയെന്ന് കത്തോലിക്ക ബാവ അറിയിച്ചു. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് ശ്ലാഘനീയമെന്ന് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. പത്തനംതിട്ടയിൽ വീണ ജോർജിനെയും തൃശൂരിൽ രാജാജി മാത്യു തോമസിനെയും വിജയിപ്പിക്കാൻ ഓർത്തഡോക്സ് ആഹ്വാനം ചെയ്തു. വളരെ നിർണായകമാണ് വോട്ടിംഗ് പുരോഗമിക്കുമ്പോഴുള്ള ഈ പ്രതികരണം. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷം വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കാത്തോലിക്ക ബാവ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ജനങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്നവരിടമാണ്. അവിടെയുള്ള MLA എപ്പോഴും നമ്മുടെ താല്പര്യവും കൂടെ ശ്രദ്ധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് കാര്യമായിട്ട് അറിയാൻ പാടില്ല. എങ്കിൽ പോലും എല്ലാ സമൂഹത്തിനും അവരവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയും ചെയ്യത്തക്കവണ്ണമുള്ളൊരു സംവിധാനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും സമർത്ഥമായി അത് കൈകാര്യം ചെയ്ത ഒരിടമാണ് പത്തനംതിട്ട പ്രദേശത്തെ MLA ഭയങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു അംഗമാണ്. പക്ഷേ എല്ലാവരെയും കരുതിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ അവിടെ ഉത്തരവാദിത്വം നിർവഹിക്കുക ഒരു MLA ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരും ഇപ്പോഴ് മത്സരത്തിലുണ്ട്. അപ്പോൾ സഭയുടെ കാര്യങ്ങളിലാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഒരു പിന്തുണയും പിൻബലവും ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം കണ്ടറിഞ്ഞ് നാം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ പ്രവർത്തിക്കാനുള്ളത്. പത്തനംതിട്ട പോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂർ മണ്ഡലമാണോ ഈച്ചി കണ്ണാറ ഭാഗത്തമാണോ ഏതാ മണ്ഡലം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. അവിടെയും നമ്മുടെ ഒരു സഭയുടെ അംഗം നിൽക്കുന്നുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രതികരണം കൂടി കേൾക്കാം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ, വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടും. ഹിസ്റ്റോറിക് വിന്നായിരിക്കും, ചരിത്ര വിജയം നേടും. വർഗീയതയ്ക്കെതിരെയുള്ള RSSന്റെ വർഗീയതയ്ക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ വികസനം ആഗ്രഹിക്കുന്നവരും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇപ്പോൾ വട്ടിയൂർക്കാവിലെ 151 പോളിംഗ് ബൂത്തിലും കോവളത്ത് ചൊവ്വരയിലുണ്ടായ അതേ സമാനമായ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, BJPക്ക് അത് പോകുന്നു എന്ന നിലയിൽ. ഇത് യാദൃശ്ചികമല്ല എന്ന നിലയിലേക്ക് തന്നെയാണോ പ്രതികരണങ്ങൾ വരുന്നത്? ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ? എന്താണ് ഈ മണ്ഡലങ്ങളിലെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ? ആനന്ദ്, ഏതായാലും ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ പട്ടത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കോവളത്തുണ്ടായതിന് സമാനമായ സംഭവം ഉണ്ടായത്. അതായത് വട്ടിയൂർക്കാവിലെ വോട്ടറായ എബിൻ ഇവിടെ എത്തി വോട്ട് ചെയ്തത് താൻ വോട്ട് ചെയ്ത പാർട്ടിക്കുള്ള ചിഹ്നമല്ല അതിൽ വോട്ടായി രേഖപ്പെടുത്തി വന്നത് എന്നാണ് ഇപ്പോൾ എബിൻ പറഞ്ഞിരിക്കുന്നത്. എബിൻ പറഞ്ഞതനുസരിച്ച് എബിൻ പറയുന്നത് താൻ ഇതേക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. പരാതി നൽകിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതായാലും ഒരു ടെസ്റ്റ് നടത്തുകയാണ് ചെയ്തത്. ആദ്യം ടെസ്റ്റ് നടത്തിയതിനു ശേഷം നിലവിൽ ഇപ്പോൾ ഏതായാലും വോട്ടിംഗ് ഇവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ എബിൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പോളിംഗ് സമയത്ത് ഉണ്ടായത്? നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഉണ്ടായതോ? ഞാൻ വോട്ട് ചെയ്ത പാർട്ടിക്കല്ല വോട്ട് പോയത്, ചിഹ്നം വീണത് വേറെ ആയിരുന്നു. ഞാൻ ചെയ്ത പാർട്ടിക്ക് പിന്നെ അത് ടെസ്റ്റ് വോട്ട് നടത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ കറക്റ്റായിട്ടാണ് വീണത്. അത് ചിഹ്നം ഞാൻ ടെസ്റ്റ് വോട്ട് നടത്തി വേറൊരു പാർട്ടിക്ക് ഞാൻ കുത്തി, അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ടാണ് വീണത്. പക്ഷെ ഞാൻ കുത്തിയ സമയത്ത് വേറെയാണ് വീണത്. അതാ സംഭവിച്ചത്. നിലവിൽ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തപ്പോൾ എന്താണ് അവർ പറയുന്നത്? അവരിപ്പം ഇപ്പോൾ ഓരോ കാര്യത്തിന് കേസ് പോകണമെന്നോ അങ്ങനെ ഞാൻ പറയുന്നത് എന്തെങ്കിലും സംസാരിച്ചങ്ങ് തീർക്കുക. നീ അത് വീണ്ടും ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ നോക്കുക. ഇനി അത് ഇതിൻ്റെ പേരിൽ ഇനി കേസ് ഉണ്ടാവാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൂടെ ഉണ്ടാവും നോക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത്ര നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അത്രയും. തീർച്ചയായിട്ടും ഈ രീതിയിലാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഏതായാലും എബിൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക്. അവർ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏതായാലും ഇപ്പോൾ ഒരു ടെസ്റ്റ് എബിനെ കൊണ്ട് തന്നെ നടത്തിയിരുന്നു. ആ ടെസ്റ്റ് വോട്ടിങ്ങിൽ പക്ഷേ അത് കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തരത്തിൽ സംഭവങ്ങൾ നിരവധി പേർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെ തന്നെ സമാനമായ ഒരു സംഭവം, ഒരു സ്ത്രീ വോട്ട് ചെയ്തപ്പോൾ അതിൽ ബീപ് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ പലരും ഇത്തരത്തിൽ വി പാറ്റിൽ ഏതാണ് ചിഹ്നം അതായത് വോട്ട് ചെയ്യുമ്പോൾ തെളിയുന്നത് എന്നുള്ള കാര്യം ആരും അധികം ഇപ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പാർട്ടിയുടെ ഏജന്റുമാരും പരാതിപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം ഈ രീതിയിൽ അങ്ങനെ തുടരുകയാണെങ്കിൽ വോട്ടിംഗ് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം LDFന്റെ പ്രതിനിധികളും ഇതിനോടകം തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് പുരോഗമിക്കുക തന്നെയാണ്. ടെസ്റ്റ് നടത്തിയതിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ വോട്ടിംഗ് പുരോഗമിക്കട്ടെ, ഇനി മറ്റാരെങ്കിലും പരാതിപ്പെടുകയാണോ എന്നുള്ളത് പരിശോധിക്കട്ടെ എന്നൊരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ്, ഷീജ, ഏതായാലും നേരത്തെ കോവളത്ത് ചൊവ്വരയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ഏകദേശം 76ഓളം വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യുന്നു, അത് BJPക്ക് തെളിയുന്നു. 76 വോട്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന നില ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഷീജയോട് സംസാരിച്ച ഷിബിൻ എന്ന ചെറുപ്പക്കാരന് വോട്ട് ചെയ്ത് അദ്ദേഹം ചെയ്ത പാർട്ടിക്കല്ല വോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മതി, തനിക്ക് കേസുമായി ഒന്നും ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ വോട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുശേഷം അവിടെ ഈ പറയുന്ന ഒരു ക്രമക്കേട് ഉണ്ടായിട്ടില്ലേ, ആവർത്തിച്ചിട്ടില്ലേ? നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ എബിന് ഉണ്ടായ ഒരു വോട്ട് രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിന് ശേഷം നിലവിൽ ഏതായാലും അത്തരത്തിലൊരു പരാതി മറ്റ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും വോട്ടിംഗ് നിർത്തിവെക്കേണ്ട, അത് പുരോഗമിക്കട്ടെ എന്നൊരു നിലപാട് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത്. ഒപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു പരാതി, അത് 400ഓളം വോട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് വോട്ട് ചെയ്ത ആരും ഇത് സംബന്ധിച്ച് അത്തരത്തിൽ ഒരു പരാതിയും നൽകിയിട്ടില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ഏതെങ്കിലും ഒരു എബിന്റെ കേസിൽ അത്തരത്തിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാകാം. അത്തരത്തിൽ തങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ വോട്ടിംഗ് നിർത്തിവെക്കുന്നതിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസർ ഉള്ളത്. കാരണം എബിൻ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ടെസ്റ്റ് വോട്ടിംഗ് നടത്തിയിരുന്നു. അതിൽ ടെസ്റ്റ് വോട്ടിംഗ് നടത്തിയ സാഹചര്യത്തിൽ എബിൻ രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ചിഹ്നത്തിന് തന്നെയാണ് ബാലറ്റും വീണിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വ്യക്തമാണ്. ഏതായാലും വളരെ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ കോളം ചൊവ്വരയ്ക്ക് പിന്നാലെ 151 എന്ന സമാനമായ നമ്പർ ബൂത്തിൽ ഇവിടെ വട്ടിയൂർക്കാവിലും പ്രശ്നമുണ്ടായിരിക്കുന്നു. പരാതികൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ വോട്ടിംഗ് തുടരുകയാണ്. മറ്റ് ക്രമക്കേടുകൾ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ പരിശോധിക്കാമെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ വിശദീകരണം നൽകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകളുമായി നമുക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ ഇതുവരെ 27.8% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. നേർവഴി തിരഞ്ഞെടുക്കൂ, അഭിമാനത്തോടെ മുന്നേറൂ. VKC പ്രൈഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. ഇതുവരെ 30%-ലധികം പോളിംഗ്. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 116 സീറ്റുകളിൽ. പോളിംഗ് വൈകിട്ട് 6 മണി വരെ. സംസ്ഥാനത്ത് ഇതുവരെ 30%-ലധികം പോളിംഗ് രേഖപ്പെടുത്തുന്നു. എല്ലായിടത്തും പോളിംഗ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം കൂടുതൽ പോളിംഗ് ഉയരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഏതായാലും കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ എം സന്തോഷ് ചേർന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സന്തോഷ്, എങ്ങനെയാണ്? നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതനുസരിച്ച് ആവേശകരമായ അനുഭവമാണ് അവിടെ വോട്ടിംഗ് രേഖപ്പെടുത്താനെത്തുന്ന വോട്ടർമാരിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് സന്തോഷ് പറഞ്ഞു. പുതിയ കണക്ക് എങ്ങനെയാണ്? കണ്ണൂരിൽ എത്ര ശതമാനം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി? ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ ഒരു കണക്കിന്റെ ഗതി എങ്ങോട്ടായിരിക്കും? ആനന്ദ്, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ട വീറും വാശിയും വോട്ടെടുപ്പിലും നമുക്ക് പ്രകടമാണ്. ഇതുവരെ ഏതാണ്ട് 30% പേർ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ മണി പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ 6 മണിക്ക് മുതൽക്ക് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനായി ഊഴം കാത്ത് ക്യൂവിൽ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോഴും ആ ക്യൂ അതേപടി അല്പം കനത്തതോടുകൂടി നഗരപ്രദേശങ്ങളിൽ പോളിംഗ് അല്പം മന്ദഗതിയിലായിട്ടുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും കനത്ത പോളിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പ്രമുഖ പിണറായി വിജയൻ, പിണറായി RC അമല UP സ്കൂളിലെ 161 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ചെറുതാഴം സൗത്ത് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും തുടക്കത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചില തകരാറുകൾ രേഖപ്പെടുത്തി. പിണറായി RC അമല LP സ്കൂളിലെ 161 നമ്പർ ബൂത്തിലും വോട്ടിംഗ് തകരാറ് മൂലം പോളിംഗ് കാമണിക്കൂറോളം വൈകിയാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത പോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. ആനന്ദ്. ശരി സന്തോഷ്, വ്യക്തമാണ്. ഏതായാലും കനത്ത പോളിംഗ് കണ്ണൂരിൽ തുടരുന്നു എന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് സന്തോഷ് അവിടെ നിന്ന് നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ കണക്കുകൾ കുത്തനെ ഉയരാനുള്ള സാധ്യതകളും തന്നെയാണ് അവിടെ നിന്ന് തെളിഞ്ഞു വരുന്നത് എന്ന് സന്തോഷിന്റെ വാക്കുകളിൽ നിന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ BJP ഒരു തരത്തിലും രണ്ടാമത് പോലും എത്തില്ല, LDF-ഉം UDF-ഉം തമ്മിലായിരിക്കും മത്സരമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് കേരളത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. കേരളത്തിൽ ഏകദേശം 30%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും ചിലരുടെയൊക്കെ അതിമോഹം തകർന്നടിയുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണ നടക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വംശഹത്യയും വർഗീയ കലാപവും സംഘടിപ്പിച്ചവർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി ജനങ്ങളെ പാട്ടിലാക്കാമെന്ന് കരുതിയിരുന്നു. അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമെന്ന് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. വർഗീയതയും വിദ്വേഷവും കേരളത്തിൽ വിലപ്പോകില്ല. മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും ഒരു മണ്ഡലത്തിലും 3ാം സ്ഥാനത്തല്ലാതെ BJPക്ക് എത്താൻ കഴിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് BJPയെ നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവരുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയെക്കുറിച്ച്
ഒന്നും പറയാൻ അവർക്കുണ്ടായിരുന്നില്ല. സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ ഒന്നും അവതരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തീർത്തും വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. എല്ലാ സ്ഥലത്തും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. എവിടെയും BJP 2ാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും 3ാം സ്ഥാനത്ത് BJPക്ക് സ്ഥാനമുണ്ടാവുകയും. സംസ്ഥാനത്ത് 2004 ആവർത്തിക്കുമെന്ന് MA ബേബി. സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസ് BJP കൂട്ടുകെട്ട് മറനീക്കി പുറത്തു വരികയാണ്. ഇത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും MA ബേബി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള ഒരു തകർപ്പൻ വിജയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മുമ്പിലായിരുന്നു. തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പുതിയ പോളിംഗിന്റെ ശതമാന കണക്കുകൾ കൂടി ലഭ്യമാകുന്നു. നമുക്കത് പരിശോധിക്കാം. കേരളത്തിൽ ആകെ ഇതുവരെയുള്ള സമയം എടുത്തു നോക്കുമ്പോൾ രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവുക. 32% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതു ചിത്രമാണ് ഇത്. ഏറ്റവും പുതിയ കണക്കുകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ 30% വോട്ട് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തുന്നു. താരതമ്യേന മികച്ച പോളിംഗ് ആയി തിരുവനന്തപുരത്തെ പോളിംഗ് ഉയരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ആറ്റിങ്ങലിൽ എത്തുമ്പോൾ 31% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വേഗം പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ശതമാനത്തിൽ വലിയ മാറ്റങ്ങൾ, കുത്തനെ ഉയർച്ച ഉണ്ടാകുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് നമ്മൾ കൊല്ലം മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കൊല്ലം മണ്ഡലത്തിലെത്തുമ്പോൾ 31.5% വോട്ടിംഗ് ശതമാനം ഉയരുന്നു. ഇത്രയും വോട്ടർമാർ കൊല്ലത്ത് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് നമ്മൾ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട എത്തുമ്പോൾ 30% വോട്ടിംഗ് ശതമാനം വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ പ്രതികരണം വന്നു. LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മാവേലിക്കരയിലേക്ക് എത്തുമ്പോൾ 30.5% അവിടുത്തെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പുതിയ ശതമാന കണക്കുകളാണ് ലഭ്യമാകുന്നത്. കോട്ടയത്തേക്ക് പോകുമ്പോൾ 33% ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ ശതമാന കണക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകളാണ് ലഭിക്കുന്നത്. ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാന കണക്കുകൾ, വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന കണക്കുകൾ. ഇടുക്കിയിൽ 29.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും താരതമ്യേന മറ്റ് മണ്ഡലങ്ങളുമായി പരിശോധിക്കുമ്പോൾ ചെറിയ കുറവ് ഇടുക്കിയിലുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം അത് മാറുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. 34% ആലപ്പുഴയിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരം. മറ്റൊരു മണ്ഡലം എറണാകുളമാണ്. എറണാകുളം മണ്ഡലത്തിൽ 32% ഇത്തവണ ഈ ഘട്ടത്തിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 യുവാക്കൾ തമ്മിലുള്ള കരുത്തുറ്റ പോരാട്ടം കൂടിയാണ് എറണാകുളത്ത് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എറണാകുളത്ത് നിന്ന് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ ചാലക്കുടിയിൽ 33.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ എന്നതാണ് ഏറ്റവും പുതിയ വിശദാംശമായി നമുക്ക് ലഭിക്കുന്നത്. തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂരിലെത്തുമ്പോൾ 32.5% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ 12 മണി കഴിയുന്ന സാഹചര്യമാണ്. ഇതിനുള്ളിൽ വരുന്ന ശതമാന കണക്കുകളുടെ പുതിയ വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പാലക്കാട് 35% വോട്ടർമാർ ഇതിനോടകം അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ആലത്തൂരിലേക്ക് എത്തുകയാണ്. ആലത്തൂരിൽ 32%. നേരത്തെ പാലക്കാടും ആലത്തൂരും ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ കുത്തനെയുള്ള ഉയർച്ച ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ചെറിയ മന്ദഗതി ഉണ്ടായിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും ഈ ഘട്ടത്തിൽ. ഏതായാലും പക്ഷേ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ പോകുന്നത്. ആലത്തൂരിൽ നിന്ന് നമ്മൾ പൊന്നാനിയിലേക്ക് പോവുകയാണ്. പൊന്നാനിയൊക്കെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ കുത്തക പൊളിച്ചടുക്കുമെന്ന നിലയിലൊക്കെ LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 30% അവിടെ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്തേക്ക് പോകുമ്പോൾ 31% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും
യുവ സ്ഥാനാർത്ഥി VP സാനുവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മലപ്പുറത്ത് നടക്കുന്നത്. 31% വോട്ടർമാർ അവിടെ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. 34% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ കർഷക പ്രശ്നങ്ങളും ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷൻ കൂടിയായി വയനാട്ടിൽ ഇത് മാറി. വയനാട്ടിൽ നിന്ന് നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പോകുന്നു. കോഴിക്കോടേക്ക് എത്തുമ്പോൾ 35% വോട്ടർമാർ ഇതുവരെയുള്ള സമയത്ത് വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ 12 മണി പിന്നിടുന്നു. ഈ സമയത്ത് ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ എവിടെ എന്ന പരിശോധന കൂടിയാവുകയാണ് ഈ പരിശോധന. പുതിയ കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എത്ര ശതമാനം വോട്ടർമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ വോട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. വടകര ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഇത്തവണ 36% വോട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീറുറ്റ പോരാട്ടം കൂടി നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകര കേരളം മൊത്തം, ഒരു പക്ഷേ അതിനും അപ്പുറത്തേക്ക് രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി കൂടി നിലനിൽക്കുകയാണ്. കണ്ണൂരിൽ 35.5% വോട്ട് രേഖപ്പെടുത്തുന്നു. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം കുത്തനെ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലെ അവിടുത്തെ ഒരു വോട്ടിങ്ങിന്റെ പോക്ക് ഗതി അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. കാസർഗോഡ് 32% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് കേരളത്തിലെ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയം കേരളത്തിൽ ആരംഭിച്ചത്. 12 മണിവരെയുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ്. കൈപ്പത്തിക്ക് കൂത്തുമ്പോൾ താമരയ്ക്ക് തെളിയുന്നു എന്ന അസ്വാഭാവികമായ ചിത്രം കേരളത്തിൽ ഉണ്ടാകുന്നു. കേരളത്തിൽ ഒരിടത്തല്ല, അത് കോവളത്ത് ഉണ്ടായി, ചൊവ്വരയിൽ ഉണ്ടായി. അതിനുശേഷം കോവളത്ത് 151 നമ്പർ ബൂത്തിലാണെങ്കിൽ വട്ടിയൂർക്കാവിലും 151 നമ്പർ ബൂത്തിൽ ഇതേ സ്വഭാവം വോട്ടിംഗ് മെഷീനിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഷീജ, എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രിസൈഡിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നടത്തിയിട്ടുണ്ടോ? ക്രമക്കേടുകൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? മുന്നണികളുടെ നിലപാട് എന്താണ്? വോട്ടിംഗുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണോ ഷീജ? തീർച്ചയായും ആനന്ദ്, ഇപ്പോഴേതായാലും കോവളത്തിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ വോട്ടിങ്ങിലും ഉണ്ടായിരിക്കുന്നത്. അതായത് വട്ടിയൂർക്കാവിലെ വോട്ടറായ എബിൻ വോട്ട് ചെയ്തത് ഏത് പാർട്ടിക്കാണോ അതിന്റെ ചിഹ്നമല്ല വന്നത്, മറിച്ച് മറ്റൊരു പാർട്ടിയുടെ ചിഹ്നമാണ് വന്നത് എന്നാണ് ഇപ്പോൾ എബിൻ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ എബിൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വോട്ടിംഗ് നിർത്തിവെക്കുന്ന തരത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. പകരം ടെസ്റ്റ് പോൾ നടത്തുകയും ചെയ്തു. ടെസ്റ്റ് പോൾ നടത്തിയപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നവും അസ്വാഭാവികമായ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോഴേതായാലും ഈ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക്, ഈ പോളിംഗ് ബൂത്തിലേക്ക് CPIയുടെ നേതാവായിട്ടുള്ള GR അനിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലൊരു സംഭവം ഇന്നിപ്പോൾ ആദ്യമല്ല. കോവളത്തും ഇതിന് സമാനമായ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും. എന്താണ് ഇത് സംബന്ധിച്ച്? ഞാൻ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ ഒരു സംഭവമല്ല, ഇത് എൻ്റെ അറിവിൽ 4ാമത്തെ സംഭവമാണ്. കോവളത്ത് ആദ്യം ഉണ്ടായി, 2ാമത് വെള്ളറടയിലെ കാക്കതൂക്കി എന്ന് പറഞ്ഞ വെള്ളറട പഞ്ചായത്തിലെ ബൂത്തിലും സമാനമായ സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ പട്ടത്തുണ്ടായി. ഇത്തരം സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു സാഹചര്യം വരികയാണ്. വോട്ടിംഗ് യന്ത്രം വ്യാപകമായി തകരാറാണ്. ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യ നാളിൽ തന്നെ LDF ഈ വിഷയത്തെ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. വോട്ടിംഗ് യന്ത്രത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പരാതി ഉണ്ടെന്നുള്ള കാര്യം. യന്ത്രങ്ങൾ വ്യാപകമായി നിയമമണ്ഡലത്തിൽ തകരാറിലാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. 2ാമത്തെ വോട്ടിംഗ് മെഷീൻ വെച്ചതിന് ശേഷവും അതും തകരാറാകുന്ന സ്ഥിതി ഉണ്ടായി. നേമത്തെ 139ാമത്തെ ബൂത്തിൽ 8 മണി കഴിഞ്ഞ ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത്. ഇതെല്ലാം കാണിക്കുന്നത് ഇതിനകത്ത് ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന് ആരോപണം LDF ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ടോ? ഇതുവരെ LDF അത്തരത്തിൽ എന്തെങ്കിലും? ആ സമയത്ത് തന്നെ ശ്രീ ടിക്കാറാം മീണയുടെ ശ്രദ്ധയിൽ കാൻഡിഡേറ്റ് പെടുത്തി ഞാൻ കളക്ടർ ശ്രദ്ധയിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞു. M വിജയകുമാർ പല ഓഫീസർമാരെയും വിളിച്ചു പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ചുള്ള രേഖാമൂലമായ ആക്ഷേപം കൊടുക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ ഗുരുതരമാകുന്ന സ്ഥലത്ത് റീപോളിംഗ് ആവശ്യമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് LDFും ആ രീതിയിൽ അതായത് വ്യക്തമാണ് ഷീജ, ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഷീജ, ഇങ്ങനെ ഇത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഈ വോട്ടിംഗ് തുടർന്നു പോയാൽ അത് ഏത് നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക?
ഇത് പല മണ്ഡലങ്ങളിലായി പറയുകയാണല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെള്ളറട, വട്ടിയൂർക്കാവ്, കോവളം, ചൊവ്വര അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ നേമത്തൊക്കെ വോട്ടിംഗ് വളരെയധികം താമസിച്ച് വൈകി തുടങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ്. ഇങ്ങനെയെങ്കിൽ പിന്നെ വോട്ടിംഗ് തുടരുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ്? അതിനെ സംബന്ധിക്കുന്ന വിശദീകരണം ഉത്തരവാദിത്തപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഷീജ? തീർച്ചയായും ആനന്ദ്, GR അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ 4 കേന്ദ്രങ്ങളിൽ 4 പോളിംഗ് ബൂത്തുകളിലാണ് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ LDF പരാതി നൽകിയിരുന്നു. അതായത് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ അത് കൃത്യമല്ല എന്നുള്ളത് സംബന്ധിച്ചുള്ള പരാതി അവർ നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ഇവരുടെ പരാതി സ്വീകരിച്ചതിനു ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സജ്ജമാണെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചത്. ഏതായാലും ഇത് സംബന്ധിച്ച് എന്താണ് ഈ പരാതിയിന്മേൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് അറിയേണ്ടത് തന്നെയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ വോട്ടിംഗ് ഒന്നും തന്നെ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഇത് സാധൂകരിക്കുകയാണെങ്കിൽ ഇത് വലിയ ഒരു കാരണം കൂടുതൽ പേർ പോളിംഗ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവർ റീപോളിംഗ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടും എന്നുള്ള കാര്യം പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് LDF ഇതിനോടകം തന്നെ വ്യക്തമായ രീതിയിൽ ഭരണാധികാരിക്കും അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ടിക്കാറാം മീണയ്ക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുകയാണോ എന്നുള്ളത് തന്നെയാണ് ഇവരും ശ്രദ്ധാപൂർവ്വം നോക്കുന്നത്. കാരണം പല മേഖലകളിലായിട്ടാണ് 1ഉം 2ഉം സംഭവമല്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ പോളിംഗ് നിർത്തിവെക്കണം എന്നൊരു ആവശ്യവും LDF മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. വോട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കാരണം ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ലഭിച്ചേ മതിയാകൂ. കൃത്യമായി ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയേണ്ടതാണ്. ഗുരുതരമായ ക്രമക്കേടാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ കേൾക്കാം. ആ സമയത്ത് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചിലതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വോട്ടിങ്ങിന് വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നു. എവിടെ പോയ ആർക്ക് കുത്തിയാലും താമരയ്ക്ക് തെളിയുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായി ഉയർന്നേക്കുന്നത്. അട്ടിമറിക്ക് കുത്തിയാലും അങ്ങനെ വരുള്ളൂ എന്നാണ് വാർത്തകൾ വന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു അന്വേഷണം ആവശ്യമാണോ ഇക്കാര്യത്തിലൊക്കെ? അതൊക്കെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ആകുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് അതൊക്കെ ആവശ്യപ്പെടും. ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. ഇല്ല, അത് ഇപ്പം കേട്ടതല്ലേ ഉള്ളൂ, അതാലോചിച്ചിട്ട് ചെയ്യും. ഈ പത്തനംതിട്ട, കോട്ടയം, മധ്യകേരളത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച് കാണുന്നുണ്ട്. അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിലൊട്ടാകെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായിട്ട് കേരളത്തിൽ ലീഡ് ചെയ്യും. അതിപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ജോത്സ്യമാണ്. പ്രവചനങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം ജനങ്ങളിലും നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത്. മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നതിൽ നിന്ന് കുറെ കൂടി മാറി ഉയർന്ന് ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി മാറാൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ജാതിമത രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് വിശാലമായി തന്നെ ജനങ്ങൾ അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല വിശ്വാസമാണുള്ളത്. ജനങ്ങളിൽ എപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. തെരഞ്ഞെടുപ്പ് വിവരങ്ങളും ഒപ്പം ഇന്നസെന്റിന്റെ പ്രതികരണവുമായി. ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി മറ്റൂരിലുള്ള പോളിംഗ് ബൂത്തിലാണ്. സെന്റ് ആന്റണീസ് LP സ്കൂൾ സജ്ജമാക്കിയ പോളിംഗ് ബൂത്താണ്. ഇവിടെ എനിക്ക് പിറകിൽ കാണുന്ന ഈ 122 നമ്പർ ബൂത്ത്, ഈ ബൂത്തിൽ അല്പനേരം വോട്ടിംഗ് തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം VVPAT മെഷീനിൽ തകരാർ ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഇതുകൂടാതെ ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ മറ്റ്
രണ്ടിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ആലുവ പൂക്കാട്ടുപടിയിലും കുന്നത്തുനാട് മണ്ഡലത്തിലെ അസാസുൽ മദ്രസയിലും അവിടെ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിവിപാറ്റ് മെഷീനിൽ തകരാറുകൾ ഉണ്ടായി. അതേ തുടർന്ന് ഈ വിവിപാറ്റ് മെഷീൻ മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായ പോലെയുള്ള സമാനമായ സാഹചര്യം വിവിപാറ്റ് മെഷീൻ്റെയും അതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഉടൻ മാറ്റി സ്ഥാപിക്കാനായതുകൊണ്ട് തന്നെ ഇവിടെ വോട്ടിംഗ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും 7 മണിക്ക് തുടങ്ങേണ്ട പോളിംഗ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലയിടത്തും അതുകൊണ്ട് തന്നെ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം മണ്ഡലങ്ങളിലെ ഒട്ടുമിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും ഇതുപോലെ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. കൂടുതലും പുരുഷ വോട്ടർമാരാണ് കൂടുതലായും ബൂത്തുകളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ സ്ത്രീകളും വളരെ കാര്യമായി തന്നെ പോളിംഗ് ചെയ്യാനായി എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇനി കൂടുതൽ വെയിൽ വരുമ്പോൾ ഈ പോളിംഗ് ഒന്ന് മന്ദഗതിയിലാവാനുള്ള സാധ്യതയുണ്ട്. രാവിലെ എല്ലാം നല്ല പോളിംഗ് ആയിരുന്നു. വെയിൽ കൂടുന്നതോടെ പോളിംഗ് അല്പം കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോളിംഗ് കനക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എന്നെ കാണുമ്പോൾ ഓടിക്കൂടുന്ന ആളുകൾ അവരുടെ വോട്ട് മുഴുവനും ആ കാണുന്ന ആൾക്കാരുടെ അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അവർ സിനിമയെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അതൊരു ഇഷ്ടം കൊണ്ട് ഓരോ കഥാപാത്രം അത് അവരുടെ മനസ്സിൽ പെട്ടെന്ന് കാണുന്നു, അവർ വന്ന് ചിരിക്കുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ ആ ചിരിയിൽ കൂടി വേറൊന്ന്, അമ്പടാ നിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള വികസനമൊക്കെ ഉണ്ടല്ലേ, നീ വെറും സിനിമാ നടൻ. ഞങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങൾ പാർലമെന്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങളൊരു കോമാളി വേഷമാണ് കിട്ടുകയെന്നാണ് ഇവിടെ പലരും പറഞ്ഞത്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഇത് അയാൾ തന്നെയാണോ ഇയാൾ എന്ന് ഉള്ള രീതിയിലാണ് ജനങ്ങൾ എന്നെ നോക്കിക്കണ്ടത്. കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് കൂടി ചേരുന്നു. പ്രശാന്ത്, എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടോ? ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആനന്ദ്, കോട്ടയം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ 35% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 4.5 ലക്ഷത്തോളം പേർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഇതിൽ പുരുഷന്മാർ 2,10,000-ഓളം വരുന്ന പുരുഷന്മാരും 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുമാണ് ഇപ്പോൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് കോട്ടയം അസംബ്ലി മണ്ഡലത്തിലാണ്. 36% പോളിംഗാണ് അവിടെ നടന്നിട്ടുള്ളത്. അതേസമയം ഏറ്റവും കുറവ് നടന്നിട്ടുള്ളത് പിറവത്താണ്. 29.76% പോളിംഗ് നടന്നിട്ടുള്ളത്. മറ്റ് മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ പാലായിൽ 32.83%, അതുപോലെ തന്നെ കടുത്തുരുത്തിയിൽ 33.06% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈക്കത്ത് 34.8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം പുതുപ്പള്ളിയിൽ 35.53% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് സമ്മതിദായകർ വരുന്നു എന്നുള്ളതാണ്. കാരണം രാവിലെ തന്നെ പോളിംഗ് നല്ല രീതിയിലേക്ക് തന്നെ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കാരാപ്പുഴ സ്കൂളിൽ പ്രധാനമായിട്ടും 4 ബൂത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കെല്ലാം തന്നെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ എല്ലാവരും എത്തിയിരിക്കുന്നു. സ്ത്രീകളടക്കമുള്ളവർ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. എന്തായാലും വലിയ ഒരു തരത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു കാര്യം. കാരണം ജനാധിപത്യ ഒരു വ്യവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ പോളിംഗിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്തായാലും കാണുന്നത്. എന്തായാലും കോട്ടയത്തെ പോളിംഗ് ശതമാനം 35%. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിൽ 4 ലക്ഷത്തോളം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ശരി പ്രശാന്ത്, TP പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. 35% വോട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും മികച്ച പോളിംഗ് തന്നെയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സിബി ജോസഫ് കൂടി ചേരുന്നു ഈ ഘട്ടത്തിൽ
നമ്മളോടൊപ്പം എറണാകുളത്ത് നിന്ന് സിബി. പൊതുവിൽ 19 മണ്ഡലങ്ങളിലും വളരെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. എറണാകുളത്തെ അവസ്ഥ എന്താണ്? ഇതുപോലെ സമാനമായി തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുകയാണോ? കാരണം കഴിഞ്ഞ 1.5 മാസമായി വലിയ പ്രചരണം രാഷ്ട്രീയ മുന്നണികൾ നടത്തിയിരുന്നു. അതിന്റെ പ്രതിഫലനമായിരിക്കണം പോളിംഗ് ബൂത്തിലും കാണേണ്ടത്. എറണാകുളത്ത് അങ്ങനെ തന്നെ പ്രതിഫലിക്കുന്നുണ്ടോ വോട്ടിംഗ് കാഴ്ചകൾ? തീർച്ചയായും മറന്ന് അങ്ങനെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വോട്ടിംഗ് ഇപ്പോൾ ഒരു 5.5 മണിക്കൂർ പിന്നിടുമ്പോൾ 35% വോട്ട് ഇപ്പോൾ എറണാകുളത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.56% പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ ഇത് തന്നെ മറികടക്കാൻ ഇത്തവണ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം പറയാൻ കഴിയുക. ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. രാത്രി മുഴുവൻ മഴയാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാരെല്ലാം തന്നെയും എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇതുവരെ ഈ 35% പോളിംഗ് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ പ്രമുഖരെല്ലാം തന്നെയും രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ വോട്ടിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. രാവിലെ നടൻ മമ്മൂട്ടി പനമ്പള്ളി നഗറിലെ പോളിംഗ് ബൂത്തിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം, തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണ് എല്ലാവരും, അതുകൊണ്ട് വോട്ടിംഗ് രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് SRB സ്കൂളിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് പ്രൊഫസർ MK സാനുമാഷ് വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം പുതിയ തലമുറയോട് ഈ തങ്ങളുടെ സംവിധാന അവകാശം വിനിയോഗിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ P രാജീവ് രാവിലെ 7 മണിക്ക് തന്നെ കുസാറ്റിലെ അംബേദ്കർ നഗർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഹൈബിയും കുടുംബവും SNDP ഹാളിൽ മാമംഗലം SNDP ഹാളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ പ്രമുഖരെല്ലാം തന്നെയും രാവിലെ മുതൽ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇനി നടൻ ജയസൂര്യ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലായിടത്തും വലിയ ക്യൂ തന്നെ ഉണ്ട്. അനുകൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് മികച്ച രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഭേദപ്പെട്ട പോളിംഗ് എറണാകുളത്ത് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഏകദേശം 12 ലക്ഷത്തോളം വോട്ടർമാർ ഇവിടെയുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സ് 13 പേരുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും വലിയൊരു പോളിംഗ് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾ അടക്കമുള്ള എല്ലാം തന്നെയും നീണ്ട ക്യൂ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ്. എറണാകുളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2014 ഈ 73.56% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇത് തന്നെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നണികളുള്ളത്. ഏതായാലും ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഓരോ മുന്നണിയും അവകാശപ്പെടുന്നതും. എന്തായാലും ഇപ്പോൾ മികച്ച പോളിംഗും അനുകൂലമായ കാലാവസ്ഥയുമാണ് എറണാകുളത്തുമുള്ളത്. ശരി സിബി, ഏതായാലും സിബിയിലേക്ക് വീണ്ടും എത്താം. ഏറ്റവും പുതിയ കണക്കുകൾക്കും വിവരങ്ങൾക്കുമായി 35% എറണാകുളത്തെ വോട്ടിംഗ് ശതമാനവും എത്തിയിരിക്കുന്നു. പുതിയ കണക്കുകളാണ് എറണാകുളത്ത് നിന്ന് ലഭിച്ചത്. കോട്ടയത്ത് 35% ലഭിച്ചു. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് സമീർ കൂടി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സമീർ, എറണാകുളത്തും കോട്ടയത്തുമൊക്കെ 35% എത്തി നിൽക്കുകയാണ് വോട്ടിംഗ് ശതമാനം ഇതുവരെയുള്ള. ഇടുക്കിയിൽ എന്താണ് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരു താരതമ്യേന മികച്ച നിലവാരത്തിലുള്ള വോട്ടിംഗ് ആണോ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ എങ്ങനെയായിരിക്കും? സമീർ പറയൂ. ഇടുക്കിയിലും മെച്ചപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനം തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്ക് അനുസരിച്ച് ഇടുക്കിയിൽ ഇതുവരെ 37.21% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ നിയമസഭാ മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ച് പോവുകയാണ് എങ്കിൽ ദേവികുളത്ത് 33.83%, ഇടുക്കിയിൽ 35.48%, ഉടുമ്പൻചോല 40.1% രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ്. 40% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പീരുവേട് 38, തൊടുപുഴ 36, മൂവാറ്റുപുഴ 29, കോതമംഗലം 35% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്ത് കൂടിയായിട്ടുള്ള ഇടമലക്കുടിയിലും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദൂര പോളിംഗ് സ്റ്റേഷനാണ്. ഏറ്റവും വനമേഖലയ്ക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടുക എന്നുള്ളതും അവിടെ പോളിംഗിന് ആദിവാസി മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഉച്ചയാകുമ്പോഴേക്ക് 45% പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇടമലക്കുടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു
പോളിംഗ് തന്നെയാണ് ഇടുക്കിയിൽ എങ്ങും കാണാൻ കഴിയുന്നത്. നല്ല കാലാവസ്ഥയും വളരെ അനുകൂലമാണ്. ഇന്ന് പുലർച്ചെ വരെ ശക്തമായിട്ടുള്ള മഴ ലഭ്യമായിരുന്നു. എന്നാൽ പിന്നീട് നല്ല തെളിഞ്ഞ ആകാശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് കാലാവസ്ഥ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പരമാവധി പേർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. ആ ഒരു അത്തരത്തിൽ രാവിലെ കണ്ട ആ ഒരു ഓളം തുടർന്ന് ഈ സമയം വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ബൂത്തിലും നല്ല നിര തന്നെയാണ് ഉള്ളത്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ നമുക്കിപ്പോൾ കാണാം ഇപ്പോഴും ഉച്ച സമയമാണ്. പക്ഷേ എന്നാലും ഒരു വിധത്തിലുമുള്ള കുറവുമില്ല. വോട്ടർമാരുടെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനെത്തിയവരുടെ വലിയ നിര തന്നെയാണുള്ളത്. അംഗവൈകല്യമുള്ള 70 പേർ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നല്ലൊരു ശതമാനത്തിലേക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 70% അതിന് മുകളിലേക്ക് ഇത്തവണ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ കാലാവസ്ഥ മോശമാവുകയാണ് എങ്കിൽ അത് വോട്ടർമാരെ അത് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിന് ഒരുപക്ഷെ വിലങ്ങുതടിയായേക്കും. എന്തായാലും ഉച്ചവരെ നല്ല ഒരു മികച്ച പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 സ്ഥാനാർത്ഥികളും അവരുടെ സമ്മതിദാനാവകാശം രാവിലെ തന്നെ നേരത്തെ തന്നെ എത്തിക്കൊണ്ട് രേഖപ്പെടുത്തി. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അനൂപയോടൊപ്പം വാഴത്തോപ്പിലുള്ള മുളകുവള്ളിയിലെ 88ാം ബൂത്തിലായിരുന്നു. ഒപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥിയും വോട്ട് രേഖപ്പെടുത്തി. ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം എത്തിക്കൊണ്ട് മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൈങ്ങോട്ടൂരിലായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും രാവിലെ നേരത്തെ എത്തിക്കൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഈ മണ്ഡലത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിനരികിലുള്ള കുഞ്ചിത്തണിയിലെ സ്കൂളിൽ എത്തിക്കൊണ്ട് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖരെല്ലാം തന്നെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോഴും നല്ലൊരു ശരി സമീർ, ഏതായാലും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ജനാധിപത്യത്തിന് ഏറ്റവും മികച്ച പോസിറ്റീവായ പ്രതികരണം കേരളത്തിലെ വോട്ടർമാരിൽ നിന്നുണ്ടാകുന്നു. നേരത്തെ താരതമ്യേന താഴ്ന്ന നിലയിലായിരുന്നു ഇടുക്കിയിലൊക്കെ വോട്ടിംഗ് ശതമാനം. പക്ഷേ ഇപ്പോൾ 37% ഉയർന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ സ്ഥിതി ഉയരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മികച്ച പോളിംഗ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നു എന്ന കണക്കുകൾ ലഭിക്കുന്നു. നമുക്ക് ഏറ്റവും പുതിയ കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.